നമസ്കാരം. നമ്മൾ ഇന്ന് HTML പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്ന കുറച്ച് ടാഗുകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു ഒരു HTML ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അത് ബ്രൗസറിൽ എങ്ങനെയാണ് കാണുന്നതെന്നും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഏതാനും കുറച്ച് ടാഗുകൾ പരിചയപ്പെട്ടിരുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടും ഉപയോഗത്തിലുള്ള മറ്റു കുറച്ച് ടാഗുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു 10-15 ടാഗുകളെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ W3 സ്കൂൾസിൽ കയറി കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ 2 പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടാഗുകൾ പരിചയപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഫയൽ തന്നെ എടുക്കാം. ഇതായിരുന്നു ഈ ഒരു ഫയൽ index.html എന്നുള്ളൊരു ഫയലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കുറച്ച് ടാഗുകൾ ഇതാണ്: ടൈറ്റിൽ, ഹെഡ്, HTML, ബോഡി, H1, P. ഇതിനെയാണ് ഓരോ ടാഗ് എന്ന് പറയുന്നത്. ഈ ടാഗിൻ്റെ അകത്ത് അതിൻ്റേതായ എലമെൻറ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഇതൊരു ടൈറ്റിൽ ടാഗാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എലമെൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു ടൈറ്റിൽ എന്ന് പറയുന്നൊരു ടാഗാണ്. അപ്പോൾ ടൈറ്റിൽ ടാഗിൻ്റെ അകത്ത് നമ്മളുടെ ആ ടൈറ്റിൽ എന്താണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ടൈറ്റിലായിട്ട് വേണ്ടത്, അത് കൊടുക്കുന്നത് ഈ ഒരു ടാഗിൻ്റെ ഓപ്പൺ ടാഗും ക്ലോസ് ടാഗിൻ്റെയും അകത്തായിരിക്കും നമ്മൾ ആ ഒരു വാല്യൂ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റത്തിനെയാണ് നമ്മൾ എലമെൻ്റ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പിന്നെ വരുന്നത് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇപ്പോൾ ചില HTML അല്ലെങ്കിൽ നമുക്കത് വഴിയേ കാണാം. അപ്പോൾ ഈ 3 ടേമുകൾ ഓർത്തിരിക്കുക. ടാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസ് ടാഗും ഓപ്പൺ ടാഗുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എലമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആട്രിബ്യൂട്ട് നമുക്കത് പരിചയപ്പെടുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഹെഡിങ് ടാഗുകളാണ്. നമ്മൾ ഹെഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, ടൈറ്റിലിനെ കുറിച്ച് സംസാരിച്ചു. ഈ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൻ്റെ അകത്ത് നമ്മൾ ബ്രൗസറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗുകളാണ് ഹെഡിൻ്റെ അകത്ത് ഉണ്ടാവുക. ബോഡി എന്ന് പറയുന്ന ടാഗിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റുകളായിരിക്കും നമ്മുടെ ബ്രൗസറിൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു വെബ് പേജായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ H1 എന്ന് പറയുന്ന ഒരു ടാഗും ഉപയോഗിച്ചിട്ടുണ്ട്, P എന്ന് പറയുന്ന ഒരു ടാഗും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെഡർ 1 എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ H1 മുതൽ H6 വരെ ഉണ്ട്. നമുക്ക് തൽക്കാലം ഹെഡേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഹെഡിങ് 1 കൊടുക്കുന്നുണ്ട്, പിന്നെ ഉള്ളതൊരു ഹെഡിങ് 2 കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹെഡിങ് 6 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഹെഡിങ് 3 കൊടുക്കാം, പിന്നെ ഹെഡിങ് 6ലേക്കും പോവാം. നമുക്കിത് സേവ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തപ്പോൾ ആ ഒരു ഹെഡിങ്ങിന് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റൈൽ പ്രോപ്പർട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഹെഡിങ് എന്ന് പറയുമ്പോൾ അതിനൊരു ബോൾഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 6 അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഹെഡിങ് 1 എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് സൈസ് 2M എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡിങ് 2ൻ്റേത് 1.5M, ഹെഡിങ് 3 1.17M, അതേപോലെ ഹെഡിങ് 6 വരുമ്പോഴത്തേക്കും 0.67 എംഫസൈസ് എന്നുള്ളൊരു യൂണിറ്റിലേക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ യൂണിറ്റിനെ കുറിച്ച് നമുക്ക് CSS നോക്കുമ്പോൾ പറയാം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എംഫസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോഡിയിലൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ബ്രൗസറിൽ എന്താണോ
ഫോൺ സൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മൾട്ടിപ്പിൾ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ വെബ് ബ്രൗസറിൽ 16 പിക്സലായിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഡീഫോൾട്ടായിട്ട് ബ്രൗസറുകൾ 16 പിക്സലായിരിക്കും. അതുകൊണ്ടിട്ടാണ് 2 എംഫസൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 32 പിക്സൽ വന്നിരിക്കുന്നത്. ഇവിടെ ഹെഡിങ് 2-ൽ 1.5 സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടിട്ടാണ് 24 വന്നിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ ഒരു കാൽക്കുലേഷനെയാണ് ഈ എംഫസൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംഫസൈസ് എന്ന് നമുക്ക് സ്റ്റൈലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹെഡേഴ്സിൻ്റെ പല വേർഷനുകളാണിത്. ഹെഡിങ് 1, ഹെഡിങ് 2, 3, 4, 5, 6 അത്രയും ഹെഡിങ്ങുകളുണ്ട്. പിന്നെ ഇവിടെ വേറെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർജിനുകൾ കാണാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റൈലുകൾ ഓരോ എലമെൻറ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ്ങിനുള്ള സ്റ്റൈലുകൾ ഇതാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ടാഗിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ഓക്കെ, പിന്നെ ഹെഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല റൂളുകളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാലത്തൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ പണ്ട് യൂസ് ചെയ്യുന്നത് പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസറിൽ കൂടെ മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിൽ കൂടെ മാത്രമേ ആക്സസ് ചെയ്യുക ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. മൊബൈൽ ഫോൺ ആവാം, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആവാം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, കുറച്ച് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോക്ക് ബാക്ക് എന്നുള്ളൊരു ഫങ്ഷനാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഓരോ എലമെൻറ്റിൻ്റെയും പ്രയോറിറ്റി, അല്ലെങ്കിൽ ആ പേജിൻ്റെ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ H1, അതേപോലെ HTML കുറച്ച് സിമാൻറ്റിക്സ് ഒക്കെ ഉണ്ട്. സിമാൻറ്റിക്സ് HTML എന്നാണ് അതിൻ്റെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് HTML5-ൽ കുറച്ച് അഡീഷണൽ ടാഗുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക. ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അത്രയും ഡെപ്തായിട്ട് പോകും. ഈ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ടാഗുകളായിരിക്കും. അപ്പോൾ H1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പേജിൻ്റെ ഹെഡിങ്ങുകളാണ്. മനസ്സിലായി? ഒരു പേജിൽ ഒരൊറ്റ H1 മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഒരു SEO വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു പേജ് നിങ്ങൾ എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് H1 എന്നുള്ളൊരു ടൈറ്റിൽ കൊണ്ടിട്ടായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ചെല്ലുകയാണ്, ഹോം പേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഹോം പേജിൽ എന്താണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതൊരു H1-ൽ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്, ആ ഒരു അൽഗോരിതത്തിന് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഈ ഒരു പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ആണെന്നുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഒരു പേജിൽ ഒരേ H1 മാത്രമേ പാടുള്ളൂ. പിന്നെ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1-ൻ്റെ തൊട്ട് കീഴെ ഹെഡിങ്ങുകൾ H2 മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഹയറാർക്കി തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. മനസ്സിലായില്ല? അപ്പോൾ H1 കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് H3 യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷേ അതൊരു നല്ല രീതിയല്ല. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നീട് H3 H2-ലേക്ക് മാറ്റേണ്ടി വരും. കാരണം ഇവിടെ കണ്ടില്ലേ, H2-ൻ്റെ സ്റ്റൈലുകളായിരിക്കില്ല H3 വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വേണമെന്ന് പിന്നീട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. അപ്പോൾ ഏത് സമയത്തും നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഹയറാർക്കി തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ട രീതിയിൽ സ്റ്റൈലുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ H2-ൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. H3-ലെ സ്റ്റൈല് സിമിലർ ആയതുകൊണ്ട് H3 യൂസ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല ഇവിടെ വേണ്ടത്. H1, H2, H3 അങ്ങനെ H6 വരെ പോകാം. ആ ഒരു ഹയറാർക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഹെഡിങ്ങുകളുടെ പ്രധാനപ്പെട്ട യൂസേജ് അതാണ്. പിന്നെ നമ്മൾ പാരഗ്രാഫ് ടാഗ് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ ഇങ്ങനൊരു പാരഗ്രാഫ് ടാഗ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് ടാഗ് ഇവിടെ കാണും. കണ്ടില്ലേ? പാരഗ്രാഫ് ടാഗിന് നമ്മൾ നേരത്തെ കണ്ട H1-ൻ്റെ സ്റ്റൈലുകളല്ല ഉള്ളത്. പാരഗ്രാഫ് ടാഗിന് അതിൻ്റേതായ സ്റ്റൈലുകളാണുള്ളത്. ഇവിടെ പാരഗ്രാഫ് 1 എംഫസൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ 0.67 എംഫസൈസ് ആയിട്ടാണ് മാർജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാരഗ്രാഫ് വരുമ്പോഴത്തേക്കും അത് 1 എംഫസൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫോണ്ടുകളാണെങ്കിലും ബോൾഡ്നെസ് ഒന്നുമില്ല. ഫോണ്ട് വെയിറ്റ് എന്നുള്ളത് റെഗുലർ ആയിട്ടുള്ളൊരു നോർമൽ തിക്നെസ് ആണ് ആ ഫോണ്ടുകൾക്ക് ഉണ്ടാവുക. ഹെഡിങ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ബോൾഡായിട്ടുള്ളൊരു ഫോണ്ടായിരിക്കും ഹെഡിങ്ങുകൾക്ക് ഉണ്ടാവുക.
അപ്പോൾ ഈ പാരഗ്രാഫ് ടാഗ് നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ പാരഗ്രാഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ഒരു വെബ് ബ്രൗസറിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സെർച്ച് എഞ്ചിനിലൊക്കെ നമ്മൾ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് അവർ ആക്സസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു പാരഗ്രാഫായിട്ട് അതിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ പാരഗ്രാഫ് ടാഗിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതല്ലാതെ പിന്നുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ ഇടുന്ന ഒരു രീതിയുണ്ട്. ഒരു ടാഗും ഇല്ലാതെ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കാണിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ സേവ് ചെയ്തു എന്നിട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഓരോ പാരഗ്രാഫും അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ പാരഗ്രാഫ് യൂസ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. നമുക്ക് സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു, കണ്ടില്ലേ അത് ഒറ്റ സ്ട്രിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. കാരണം ബ്രൗസറിന് അറിയില്ല നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു പാരഗ്രാഫായിട്ട് കാണിക്കണോ, അവരുടെ ആ ഒരു അൽഗോരിതം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ബ്രൗസർ എഞ്ചിൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ടെക്സ്റ്റുകൾ അവിടെ ബ്ലൈൻഡായിട്ട് ഇട്ടിട്ടുണ്ട്, അത് കാണിക്കുക എന്നുള്ളൊരു സിസ്റ്റം ആയിരിക്കും അതിലുണ്ടാവുക. അതുകൊണ്ടിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു രീതിയിലാണ് അവിടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടിട്ട് ഇതേപോലെ തന്നെ ബ്രൗസറിൽ കാണിച്ചോളണം എന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായില്ല? അപ്പോൾ കഴിവതും ഇങ്ങനെ ടെക്സ്റ്റുകൾ കൊടുക്കാതെ എന്താണോ ആ ഒരു ടെക്സ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാഗുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കണ്ടന്റ് ആഡ് ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫ് ടാഗ് എന്നുള്ള ഒരു ബൾക്ക് ഓഫ് ഡാറ്റ ആയിരിക്കും. ഇവിടെ കുറച്ച് പാരഗ്രാഫായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഡാറ്റ ആഡ് ചെയ്യണം നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരഗ്രാഫ് ഡാറ്റ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ടെക്സ്റ്റ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ആയത് ഇപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാതെ കംപ്ലീറ്റ് ഡാറ്റ കാണാൻ പറ്റില്ല. അതിന് വ്യൂവിൽ വേർഡ് റാപ്പ് എന്നുള്ളത് കണ്ടോ. അപ്പോൾ വേർഡ് റാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വ്യൂ പോർട്ടിൽ തന്നെ ഹൊറിസോണ്ടൽ സ്ക്രോൾ വരാതെ ആ ഒരു വ്യൂവിൽ തന്നെ നമുക്ക് വേണ്ട കണ്ടന്റുകൾ കാണിക്കും. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടും. എന്താണോ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പാരഗ്രാഫായിട്ട് ആയതുകൊണ്ടിട്ട് പല പാരഗ്രാഫ് വരുമ്പോൾ അതിന് അതിൻ്റെതായ സ്പേസുകളൊക്കെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാതെ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഒരു പാരഗ്രാഫാണോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ടാണോ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ടാഗുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ H1 ടാഗുകൾ കണ്ടു, P ടാഗുകൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡ്നെസ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വാക്കുകൾ പാരഗ്രാഫിൻ്റെ അകത്ത് തന്നെ ബോൾഡായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അത് ഈ ഒരു ടാഗ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ HTML5 ആവുന്നതിൻ്റെ മുമ്പ് യൂസ് ചെയ്തിരുന്നത്. ഇത് ബോൾഡ് ടാഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടാഗ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ ബോൾഡായിട്ടായിരിക്കും ബ്രൗസറിൽ റെൻഡർ ചെയ്ത് വരുന്നത്. മനസ്സിലായില്ല? ഇവിടുത്തെ വ്യത്യാസം കണ്ടില്ല? ഇത് ബോൾഡായിട്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇവിടെ നോർമൽ ടെക്സ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ടെക്സ്റ്റ് ബോൾഡായിട്ട് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? കഴിഞ്ഞ വെർഷനുകൾ, അതായത് കഴിഞ്ഞ HTML5 മുമ്പേ ഉള്ള HTMLകളിൽ ഈ എന്താ പറയുക
ടോക്ക് ബാക്കോ അതേപോലെ സ്ക്രീൻ റീഡേഴ്സ് ഒന്നും അത്രയ്ക്ക് പോപ്പുലർ അല്ലാതിരുന്ന സമയങ്ങളായത് കൊണ്ടിട്ട് ഇതിന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ബോൾഡായിട്ട് കാണിക്കുക, യു ഐയിൽ ബോൾഡായിട്ട് കാണിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് മാത്രമേ ആ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ടോക്ക് ബാക്കും ഈ ഇങ്ങനെ ബോൾഡായിട്ട് കാണിക്കേണ്ട ടെക്സ്റ്റ് ബോൾഡ് മാത്രമല്ല, അതിനൊരു ആ ഒരു പാരഗ്രാഫിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടെന്ന് ഉള്ള ഒരു ഉപയോഗവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യകതയും കൂടി വന്നത്. മനസ്സിലായില്ല? അപ്പോൾ HTML5 വന്നപ്പോഴത്തേക്കും അവിടെ ഈ ബി ടാഗുകളല്ല പിന്നെ അവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്ന ടാഗാണ് ഈ ബോൾഡിന് പകരം പിന്നീട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മളിപ്പോൾ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഈ ഒരു പാരഗ്രാഫിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊരു വാക്കാണിത്, ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള വാക്കാണ്. ഇതൊക്കെ ആ ഒരു അൽഗോരിതത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോങ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉള്ള മറ്റൊരു ടാഗാണ് ഐ ടാഗ്. ഇങ്ങനെ കൊടുത്താൽ ഇറ്റാലിക്സ് ആയിട്ട് വരും. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെർഷൻ 5 മുമ്പുണ്ടായിരുന്ന HTML കോഡിലാണ് യൂസ് ചെയ്തിരുന്നത്. HTML5 വരുമ്പോഴത്തേക്കും EM എന്ന് പറയുന്ന ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റാലിക്സ് ആയിട്ട് തന്നെ വരും. ഇനി വരുന്നത് നമുക്ക് ലിസ്റ്റുകളെ കുറിച്ച് നോക്കാം. അതായത് നമുക്ക് 2 ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള 2 ലിസ്റ്റുകൾ നമ്മുടെ HTML ഉണ്ട്. അപ്പോൾ അതിൽ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ലിസ്റ്റുകളിൽ നമ്പേർഡ് ആയിരിക്കും. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 അങ്ങനെ അങ്ങ് പോകും. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ചേഞ്ചും ഇല്ല, OLന് പകരം UL ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്പേർഡിന് പകരം ബുള്ളറ്റ് പോയിന്റ്സ് വരും. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടായിരിക്കും അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെസ്റ്റഡ് ആയിട്ടും ഈ ലിസ്റ്റുകൾ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് നമുക്ക് ഓരോന്നും എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ അകത്ത് നമുക്ക് മറ്റൊരു ലിസ്റ്റായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓർഡേർഡ് ലിസ്റ്റായിട്ട് 2 ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സേവ് ചെയ്തു, നമ്മൾ റിഫ്രഷ് ചെയ്താൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റായിട്ടുണ്ടാവുക. ഒരു ലിസ്റ്റിൻ്റെ അകത്ത് മറ്റൊരു ലിസ്റ്റായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഹെഡേഴ്സ് കണ്ടു, പാരഗ്രാഫ് ടാഗ് കണ്ടു, അൺഓർഡേർഡ് ലിസ്റ്റ് കണ്ടു, ഓർഡേർഡ് ലിസ്റ്റും കണ്ടു. ഇനി വരുന്നത് സെൽഫ് ക്ലോസിങ് ആയിട്ടുള്ള കുറച്ച് ടാഗുകളുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇത്രയും നേരം കണ്ട ടാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ H1 എന്നുള്ളൊരു ടാഗ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്ലോസിങ് ടാഗും കൂടി ഉണ്ടാവും. ഇപ്പോൾ എല്ലാം നമ്മൾ ഇത്രയും നേരം കണ്ട ടാഗുകളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ടൈറ്റിലാണെങ്കിൽ അതിനൊരു ക്ലോസിങ് ടാഗ് ഉണ്ട്, പാരഗ്രാഫിൻ്റെ ക്ലോസിങ് ടാഗ് ഇവിടെ ഉണ്ട്, എംഫസൈസ്, സ്ട്രോങ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ലിസ്റ്റ് എലമെൻറ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, എല്ലാത്തിനും ഒരു ക്ലോസിങ് ടാഗുകളുണ്ട്. ഇങ്ങനെ അല്ലാതെ കുറച്ച് ടാഗുകൾക്ക് ക്ലോസിങ് ടാഗ് കൊടുക്കേണ്ട കാര്യമില്ല. അത് സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങും ഒരൊറ്റ ടാഗിൽ തന്നെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു BR എന്നുള്ളൊരു ടാഗ് കൊടുത്തു നോക്കാം, എന്നിട്ട് സേവ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം.
കണ്ടില്ലേ, അവിടെ വെച്ച് ആ ലൈൻ ബ്രേക്കായി നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. അപ്പോൾ ബ്രേക്ക് എന്നുള്ളത് ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. അതല്ലാതെ വരുന്ന മറ്റൊരു ടാഗാണ് HR എന്നുള്ളത്. HR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടും നമുക്ക് അവിടെ, കണ്ടില്ലേ. അപ്പോൾ ഇതും ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്. വേറെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗുകൾ പറഞ്ഞാൽ സെൽഫ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്നുള്ളൊരു ടാഗാണ്. ഇമേജ് എന്നുള്ളൊരു ടാഗാണ്. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ റിഫ്രഷ് കൊടുത്താലോ ഒന്നും സംഭവിക്കില്ല. നമുക്ക് തൽക്കാലം ഈ 2 പാരഗ്രാഫ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാതെ തന്നെ ആ ഒരു ഇമേജിൻ്റെ പൊസിഷൻ UIയിൽ കിട്ടും. അപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ എന്താ അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ജസ്റ്റ് ഇമേജ് എന്ന് കൊടുത്തിട്ട് നമുക്കൊന്നും വന്നില്ല. അപ്പോൾ ഇവിടെ ഈ ബ്രൗസറിൽ എന്താണോ അവർ പറയുന്നത്, ഇമേജസ് മസ്റ്റ് ഹാവ് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്, എലമെൻറ്റ് ഹാസ് നോ ടൈറ്റിൽ ആട്രിബ്യൂട്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് ഈ ഇൻസ്പെക്ട് എലമെൻറ്റിൽ കൂടെ തന്നെ കിട്ടും. സൂം ചെയ്യാം, കണ്ടില്ലേ ബേസിക് ആയിട്ട് എന്താണ് അവിടെ പ്രശ്നം പറ്റിയിരിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു ഇൻസ്പെക്ട് എലമെൻറ്റിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് കൊടുക്കാം. എങ്ങനെ കൊടുക്കാൻ പറ്റും? ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ മിസ് ചെയ്ത് വിട്ടല്ലോ, ആട്രിബ്യൂട്ട് എന്നുള്ളത്. ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ഇമേജിന് ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അത് ഓൾട്ട് എന്നുള്ളതാണ്. ഓൾട്ട് ഇപ്പോൾ ഒരു ഡമ്മി ടെക്സ്റ്റ് എന്നുള്ളൊരു ഓൾ ടാഗ് കൊടുത്തിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്താൽ എന്തായാലും കാണാം, കണ്ടില്ലേ. നമ്മൾ ഓൾ ടാഗിൽ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ ഓൾ ടാഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് എന്തിൻ്റെ ഇമേജ് ആണ് എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ഇമേജിന് പകരം എന്താണ് ആ ഇമേജിൽ ഓടായില്ലെങ്കിൽ കാണിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടെക്സ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇമേജ് ടാഗിന് ഒരു ഇമേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ SRC എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ ഈ SRCക്ക് അകത്തേക്ക് നമുക്കൊരു ലിങ്ക് പാസ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ URL നമുക്ക് എടുക്കാൻ കോപ്പി ഇമേജ് ലിങ്ക് എടുത്തു. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ SRCയിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഭയങ്കര വലുതായിപ്പോയി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കണം അല്ലേ. ചെറുതാക്കാനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് എന്നുള്ളതൊരു 100 പിക്സൽ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് റിഫ്രഷ് ചെയ്താൽ കണ്ടില്ലേ ആ ഇമേജ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഇമേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഡമ്മി ടെക്സ്റ്റ് ആയിട്ടായിരിക്കും അവിടെ കാണിക്കുക. നേരത്തെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് ആട്രിബ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഈ ഇമേജ് ടാഗിൽ നമ്മൾ കൊടുത്ത 2 ആട്രിബ്യൂട്ടുകൾ ഇതാണ്. ഒന്ന് ഓൾട്ട് ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഓൾട്ട് ആട്രിബ്യൂട്ട്, പിന്നെ ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു SRC ആട്രിബ്യൂട്ട്, പിന്നെ ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വിഡ്ത്ത് ആട്രിബ്യൂട്ട്. ഇതിനെയാണ് നമ്മൾ ആ ഒരു ടാഗിലുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലോസിംഗ് ടാഗുകളിൽ നമ്മൾ സെൽഫ് ക്ലോസിംഗ് ടാഗുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി വരുന്നൊരു ടാഗാണ് നമ്മുടെ HTML ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുള്ള ടാഗ്. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ URL കൊടുത്ത് നമ്മൾ ആ പേജിൽ വന്നിട്ട് ആ പേജ് തന്നെ സ്ക്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുക. നമുക്ക് ആ ഒരു പേജിൽ നിന്നും മറ്റു പേജിലേക്കോ അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് ആവണം, മറ്റു പേജിലേക്ക് പോകാനാണെങ്കിൽ മറ്റു പേജിലേക്ക് പോകണം. അതല്ല നിങ്ങൾക്ക് കോള് വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കോള് വിളിക്കാനുള്ള രീതിയിലേക്ക് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയും. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റും പാസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗോ ടു എന്നുള്ളൊരു ടെക്സ്റ്റാണ് ഞാൻ അവിടെ പാസ് ചെയ്തത്. അത് ഇങ്ങനെ വരും. അപ്പോൾ ആങ്കർ ടാഗിന് നമ്മളൊരു href, അതായത് ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നുള്ളൊരു ഇതാണ്. അത് എവിടേക്ക് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ https://www.google.com എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് പോകാനാണ് ഞാനിപ്പോൾ ഈ കോഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആവണം. നമ്മൾ പേജ് റിഫ്രഷ് ചെയ്തു, ഗോ ടു ക്ലിക്ക് ചെയ്തപ്പോൾ google.comലേക്ക് റീഡയറക്റ്റ് ആയി. മനസ്സിലായില്ലേ? ആങ്കർ ടാഗ് ഇപ്പോൾ HTML ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആങ്കർ ടാഗിൻ്റെ ഉപയോഗം വളരെ പ്രധാനമാണ്. നമ്മൾ എല്ലാ പേജിലും പ്രധാനമായിട്ട് ഉപയോഗത്തിലുള്ളത് ഈ ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗാണ് ഹൈപ്പർ ലിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഏക ടാഗാണത്. ഇപ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ URLിലേക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിലോ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നൊരു ടാഗാണ് ആങ്കർ ടാഗ്. ഓക്കെ, അപ്പോൾ ഈ href എന്നുള്ളതും ആങ്കർ ടാഗിന് വേണ്ടിയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ്. പിന്നെ നമുക്കിവിടെ വേറൊരു കാര്യം ചെയ്തു നോക്കാം. നമുക്കിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പ്രൊജക്റ്റ് ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ആ പ്രൊജക്റ്റ് അങ്ങ് ആഡ് ചെയ്തേക്കാം. ഡെസ്ക്ടോപ്പിൽ സെലക്ട് ഫോൾഡർ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കോഡ് ചെയ്യുന്ന ഫയൽ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു പേജും കൂടി ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ പേജ് .html എന്നുള്ളത്. ഇവിടെ നമ്മൾ HTMLൻ്റെ അതൊരു നമ്മൾ ഇപ്പോൾ ചെയ്തത് കണ്ടില്ലേ. ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VS കോഡിലുള്ളൊരു ബെനിഫിറ്റാണ്. HTML ക്ലിക്ക് ചെയ്ത് നമ്മൾ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ 3 എമറ്റ് അബ്രിവിയേഷൻ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ HTML5 കൊടുത്തു കഴിഞ്ഞാൽ HTML5ൻ്റെ ഒരു നമുക്ക് കണ്ടൻറ്റ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് കാണുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടതിലും കൂടുതൽ കാണുന്ന ഒരു മെറ്റ എന്ന് പറയുന്നൊരു ടാഗാണ്. ഈ മെറ്റ ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട കോൺഫിഗറേഷൻസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തേത് ക്യാരക്ടർ സെറ്റ് UTF-8 എന്നുള്ളൊരു സെറ്റപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ഈ പേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു മെറ്റ ക്യാരക്ടർ സെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് മെറ്റ നെയിം വ്യൂ പോർട്ടിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് സെക്കൻഡ്. അതായത് ഈ ഒരു മെറ്റ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ കണ്ടന്റ് എന്നുള്ളത് ഡിവൈസ് വിഡ്ത്തായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, വിഡ്ത്ത്. പിന്നെ ഇനീഷ്യൽ സ്കെയിൽ 1. അതായത് ഇപ്പോഴത്തെ കാലങ്ങളിൽ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സൂം ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീഫോൾട്ടായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ വ്യൂ പോർട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടിട്ട് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മളപ്പോൾ ഇവിടെ ഒരു ന്യൂ പേജ് ബിൽഡ് ചെയ്തു. ഇവിടെ നമ്മളൊരു H1 ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ പേജ്, അതിലൊരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു hrefഉം കൂടി ആഡ് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സിലേക്ക് പോകണം. മനസ്സിലായില്ല? ഇതാണ് നമ്മുടെ ആവശ്യകത. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഒരു ആങ്കർ ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗോ ടു നെക്സ്റ്റ് പേജ് എന്ന് കൊടുക്കാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ന്യൂ പേജ് എന്നുള്ള പേജിലേക്ക് പോകണം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡയറക്റ്റ് HTTPS എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത് ന്യൂ പേജ് .html നമുക്ക് കൊടുക്കാം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പേജിലേക്ക് പോകാനാണ് നമ്മൾ പറയുന്നത്. ന്യൂ പേജിൽ ആങ്കർ ടാഗിൽ അപ്പോൾ എങ്ങനെയും കൊടുക്കുക, index.html എന്നും കൊടുത്തു. എന്നിട്ട് നമുക്ക് സേവ് ചെയ്തു. ഇനി ബ്രൗസറിൽ ചെന്ന് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഗോ ടു നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂ പേജിലേക്ക് വന്നു. ന്യൂ പേജിൽ ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സ് പേജിലേക്കും പോകുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഒരു ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ പ്രധാന ഉപയോഗം അതാണ്, അല്ലെങ്കിൽ ഒരു ആങ്കർ ടാഗിൻ്റെ പ്രധാന ഉപയോഗം ഇതാണ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഇവിടെ നമ്മൾ href കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഒരു ലിങ്കാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML പേര് മാത്രമാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്കത് കിട്ടി. പക്ഷേ നമ്മളിവിടെ വേറെ ഒരു ഫോൾഡറിൻ്റെ അകത്താണ് ആ പേജ് ഉള്ളതെന്ന് നോക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ന്യൂ പേജ് എന്നുള്ളത് പേജസ് എന്നുള്ളൊരു ഫോൾഡറിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് ഇൻഡെക്സ് നമുക്ക് ബ്രൗസറിലൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇതാണ് ഇൻഡെക്സ്. ഇതിൽ നമുക്കിപ്പോൾ ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുത്താൽ ഫയൽ നോട്ട് ഫൗണ്ട് എന്നറിയും. കാരണം ആ ഒരു പാത്തിലാണ് അവർ ന്യൂ പേജ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ന്യൂ പേജ് ഡോട്ട് HTML എന്നുള്ളൊരു ഫയൽ അവർക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടിട്ട് ഫയൽ നോട്ട് ഫൗണ്ട് എന്നുള്ള ഓർഡർ നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസ്, അതായത് index.html എന്നുള്ളൊരു ഫയൽ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു പാത്താണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ index.htmlൻ്റെ അവിടെ കിടക്കുന്ന പേജസ് എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ്, ഫോൾഡറിൻ്റെ അകത്ത് ന്യൂ പേജ് എന്നുള്ളൊരു HTML ഫയലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇൻഡെക്സിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, നമ്മുടെ ന്യൂ പേജിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ന്യൂ പേജിൽ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ എറർ അടിച്ചു. എന്തുകൊണ്ടിട്ടാണ്? നമ്മൾ ന്യൂ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഡയറക്റ്റ് ഇൻഡെക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കും? ഇവിടെ നമ്മൾ ഡബിൾ ഡോട്ട് കൊടുത്ത് പ്രീവിയസ് ഡയറക്ടറിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ 2 ഡോട്ടും സ്ലാഷും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻഡെക്സ് ഡോട്ടിലേക്ക് പോവുക എന്നാണ് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ലൊക്കേഷനിൽ നിന്ന് പിന്നിലത്തെ ഒരു ഫോൾഡറിലേക്ക് പോവുക, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ബാക്കിലേക്ക് ഒരെണ്ണം പോവുക, അതിൻ്റെ അവിടെ നിന്ന് index.html എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ആക്കുക. മനസ്സിലായില്ല? അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതാണ് നമ്മുടെ ന്യൂ പേജ്. ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സിലേക്ക് പോയി. ഇതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് നോർമൽ HTML വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു രീതിയാണ്. കാരണം ഇതൊരു ബൾക്കായിട്ടുള്ളൊരു പ്രൊജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിലേറ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു രീതിയല്ല. അപ്പോൾ അതിന് ഏതെങ്കിലും ഫ്രെയിം വർക്കുകൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് സ്പെസിഫിക് രീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ആ ഒരു ക്ലാസ് എത്തുമ്പോൾ പറയാം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആങ്കർ ടാഗിൻ്റെയും പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി വരുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ index.html എന്നാണ് ആ ഫയലിന് പേര് കൊടുത്തത്. അല്ലാതെ ഹോം എന്നോ അല്ലെങ്കിൽ ഡാഷ്ബോർഡ് എന്നോ dummy.html അങ്ങനെ ഒന്നും അല്ല കൊടുത്തത്. index.html ഇൻഡെക്സ് എന്നുള്ളൊരു കീവേഡാണ് ഞാൻ ആദ്യത്തെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇതിന് ഞാൻ റാൻഡമായിട്ട് കൊടുത്തൊരു വാക്കല്ല, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് റാൻഡമായിട്ട് കൊടുക്കുന്നൊരു വാക്കല്ല ഈ ഇൻഡെക്സ് എന്നുള്ളത്. ഇൻഡെക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന യൂസ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിപ്ലോയ് ചെയ്തെന്ന് വെക്കുക. ഡിപ്ലോയ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രൗസറിൽ നിന്നും ഈ URL അല്ലെങ്കിൽ ആ ഒരു IP അഡ്രസ്സിലുള്ള ഫയലുകൾ റിട്രീവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു. സെർവർ അതിൻ്റെ സ്പേസിൽ നിന്നും index.html എന്നുള്ളൊരു ഫയൽ അവിടെ ഉണ്ടോ എന്നായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ നിന്ന് ഫയൽസ് റിട്രീവ് ചെയ്ത് വന്നതിന് ശേഷം സെർവറിൽ index.html എപ്പോൾ കിട്ടുന്നോ അത് തന്നെ ഫസ്റ്റ് ബ്രൗസറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ index.html എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പേജ് എപ്പോഴും index.html എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് പേജിലാണെങ്കിലും നമുക്ക് ആദ്യമേ തന്നെ index.html റിട്ടേൺ ആയിട്ട് കിട്ടും. അതല്ലാതെ നമുക്ക് ഫ്രെയിം വർക്കൊക്കെ യൂസ് ചെയ്ത് ഇൻഡെക്സിനല്ലാതെ home.html നമുക്ക് ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ ബാക്കിൽ എഴുതി കൊടുക്കുക. പക്ഷെ അതൊന്നും ഇല്ലാതെ ഡീഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. index.html എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ആ ഒരു സെർവറിന് മനസ്സിലാവും ഇതാണ് ആദ്യം റെൻഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു IP അഡ്രസ്സിൽ ആദ്യം വരേണ്ട UI ഇതാണ്, ആദ്യം വരേണ്ട HTML പേജ് ഇതാണെന്ന് ആ ഒരു സെർവറിന് മനസ്സിലാവും. അതൊരു കോമൺ സ്റ്റാൻഡേർഡ് രീതിയാണ് നമ്മൾ index.html എന്നുള്ളൊരു നെയിമിങ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇതോടെ നിർത്താം. ഇതിപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ടാഗുകളെല്ലാം ഇവിടെ ഉണ്ട്. H1 ഹെഡർ ടാഗുകൾ കണ്ടു, പാരഗ്രാഫ് ടാഗുകൾ കണ്ടു. പാരഗ്രാഫ് ടാഗിൻ്റെ അകത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രോങ്ങിനും എംഫസൈസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗുകൾ കണ്ടു. പിന്നെ ലിസ്റ്റിൻ്റെ പല ടൈപ്പുകൾ കണ്ടു. നെസ്റ്റഡ് ലിസ്റ്റായിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടു. പിന്നെ സെൽഫ് ക്ലോസിങ് ടാഗുകൾ എന്താണെന്ന് കണ്ടു. പ്രധാനപ്പെട്ട ടാഗുകൾ നമ്മൾ കുറച്ച് കണ്ടു. പിന്നെ ആങ്കർ ടാഗ്, അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ്. ആങ്കർ ടാഗുകൾ കണ്ടു. പിന്നെ ആ ഒരു നെയിമിങ് കൺവെൻഷൻ, ആ ഒരു പേരിൻ്റെ കാരണം എന്താണെന്നുള്ളതും നമ്മൾ വിശദമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെല്ലാം കുറച്ച് എന്താണ് ഒരു ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫോമിൻ്റെ അകത്തെ സബ്മിറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതുകൂടാതെ HTML സെമാൻറ്റിക്സ് HTML കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. എന്താണ് ഈ സെമാൻറ്റിക്സ് HTML കൊണ്ട് ഉദ്ദേശിക്കുന്നത്, HTML5 കൂടുതലായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് HTML5 ആവശ്യകത എന്നുള്ളതിനൊക്കെ. HTML5 ആവശ്യകത ഞാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഡെപ്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കുക. ഞാനത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.